ഹായ് ഹലോ ക്രിയേറ്റിവിറ്റിയിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ചെറിയ ചേരുവകളെ വെച്ച് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരം ശരീരത്തിന് നല്ലതുമാണ്, ടേസ്റ്റുമാണ്. അങ്ങനെ ഒരു പലഹാരമാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ പലഹാരത്തിൻ്റെ അകത്ത് വയ്ക്കുന്ന ഫില്ലിംഗ് നമുക്ക് റെഡി ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഏത് ഫില്ലിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് പലഹാരത്തിൽ ചേർത്ത് കൊടുക്കാം. തേങ്ങ കൊണ്ട് റെഡിയാക്കുന്ന ഫില്ലിംഗ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഫില്ലിംഗ് എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം ഈ ഫില്ലിംഗ് നമ്മൾ വയ്ക്കേണ്ട ഒരു മാവ് റെഡി ചെയ്തെടുക്കണം. അതിന് വീട്ടിൽ കുറച്ച് അരിപ്പൊടി ഇരുന്നായിരുന്നു, അതും ഒരു ബൗളിൽ ചേർത്ത് കൊടുത്തു. അതിനുശേഷം അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന മാവും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്താണ് ഈ മാവ് കൂട്ടം നമ്മൾ റെഡി ചെയ്തെടുത്തത്. കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പാൽപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ മധുരത്തിന് ശർക്കരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് ബാറ്റർ ഒന്ന് ക്ലിയർ ആയിട്ട് കുഴച്ചെടുക്കണം. തീരെ ലൂസായിട്ട് നമ്മൾ കുഴച്ചെടുക്കരുത്. ചപ്പാത്തി മാവിന് കുഴച്ചെടുക്കുന്ന പദത്തിൽ നിന്ന് ശകലം കൂടെ ലൂസായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. ഈ മാവ് മിക്സ് എല്ലാം വെച്ചിട്ട് നമ്മൾ ആവി കയറ്റി എടുക്കണമെങ്കിൽ നമുക്ക് ഇല വേണം. അങ്ങനെ ഞാൻ വാഴ ഇലയാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ തെരളി ഇല കിട്ടുന്നെങ്കിൽ അതും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതൊരു പ്രത്യേക മണമായിരിക്കും. പിന്നെ വാഴ ഇലയെല്ലാം ഒന്ന് കഴുകി വൃത്തി ചെയ്തെടുത്തതിന് ശേഷം അതിനെ ഒന്ന് വാട്ടിയെടുക്കണം. ഓരോ ഇലയിലും ഇതേപോലെ ഫില്ലിംഗ് എല്ലാം നിറപ്പിച്ച് വെച്ച് ആവി കയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ആവി പാത്രത്തിൽ നമുക്ക് വയ്ക്കാം. എല്ലാം കൂടെ ഒരു 15 മിനിറ്റിൽ നമ്മുടെ പലഹാരം നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ആ ചൂടോടുകൂടെ തന്നെ നമ്മൾ പ്ലേറ്റിൽ നമ്മൾ മാറ്റിയെടുക്കാം. ഇനി റെഡിയായ പലഹാരത്തിന് നോക്കിക്കൊണ്ട് ചുമ്മാ ഇരിക്കേണ്ട, എണ്ണിയെടുത്ത് കഴിക്കേണ്ടതാണ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. പിന്നെ ഒരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് കാണാം. ടാറ്റാ ബൈ, സീ യു.